ചേച്ചിയുടെ ക്ലയൻസിന്റെ വോയിസ് ക്ലിപ്പ് ഇവിടെ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. പ്രഗ്നൻസി പോസിറ്റീവ് ആഫ്റ്റർ 12 years. ഓക്കെ. ഹായ്, റീസെന്റ് ബിജി ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂവിന് താഴെ വന്ന കുറെ കമന്റ്സും അതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള കുറെ വീഡിയോസും റെസ്പോൺസും ഒക്കെ കണ്ടിട്ട് ആണ് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത്. ഞാനൊരു നേഴ്സാണ്, ഞാൻ അബ്രോഡാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ചേച്ചിയെ കോണ്ടാക്ട് ചെയ്യുന്നത് ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട്. അഫ്കോഴ്സ് 12 years ആയി ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട്. ഞാനൊരു വട്ടം പോലും പ്രഗ്നന്റ് ആയിട്ടില്ല. സോ ബിജി അബൂബക്കർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങി ബിജി ചേച്ചിക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് പല കാര്യങ്ങളും എന്ന് പല കമന്റ്സും വന്നിരുന്നു. ഇന്ന് വരെ ഞാൻ കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഒരാടത്തും 5 പൈസ കൊടുക്കേണ്ടി എനിക്ക് വന്നിട്ടില്ല. പെയ്ഡ് ഇന്റർവ്യൂസിന് എന്നെ വിളിക്കാറുണ്ട്. ഞാൻ അവരോട് എൻ്റെ എന്താ പറയുക റെസ്പെക്റ്റോടുകൂടി ഞാൻ പറയും, അങ്ങനെ പണം തന്ന് പോകേണ്ട ഒരു അവസ്ഥയിലല്ല ഞാൻ. മാത്രമല്ല ഇത് അങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല എന്ന് പിന്നെ ഒഴിവാക്കും. പിന്നെ എന്താ സർട്ടിഫൈഡ് ഡയറ്റീഷ്യൻ അല്ല ഞാനിപ്പം. ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന നവയുഗ മാധ്യമങ്ങൾ നമ്മൾ പറയുന്നവർ കാണാത്ത ഒരു ബിജി അബൂബക്കറുണ്ട്. അത് ബിജി അബൂബക്കറിനോ ബിജി ഹിലാലെന്നോ വിളിക്കാം. നമ്മൾ പലയിടത്തും അലയുമ്പോഴും 100% ഉറപ്പിച്ചു വാങ്ങാവുന്ന ഒരു ഭക്ഷണം നമ്മൾക്ക് കൃഷി ചെയ്താലോ എന്നുള്ള ആലോചനയിലാണ് എല്ലാം വിട്ടെറിഞ്ഞ് 2007 തൊട്ട് സ്വാഭാവിക കൃഷിയും സ്വാഭാവിക ജീവിതവും എന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചത്. ഈ 2007 ഇറങ്ങി തിരിച്ച ആ വർഷം തന്നെ വേറിട്ട കാഴ്ചകൾ എന്നും പറഞ്ഞ് കൈരളി TV നമ്മൾ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. ജീവൻ TV ജീവിതം എന്നുള്ളതിൽ KB വേണുവും ഷീബയുമാണ് അന്ന് ഇന്റർവ്യൂ ചെയ്തത്. 2009 വനിത ഇന്റർവ്യൂ ചെയ്യുന്നു. ഏതാ ഞങ്ങൾക്ക് സ്കൂൾ വേണ്ട. പിന്നെ ഇങ്ങോട്ട് കൃഷിയും അനുബന്ധ ജീവിതങ്ങളും ആരോഗ്യ കൺസെപ്റ്റുകളും എല്ലാം വെച്ചിട്ട് ഒരുപാട് മാധ്യമങ്ങൾ നമ്മളെ ഇന്റർവ്യൂ ചെയ്യുകയും നമ്മളുടെ ജീവിതം തുറന്നു കാണിക്കുകയും പ്രസവം അടക്കം ഫീച്ചർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 2017 മാതൃഭൂമി പ്രസവാനന്ദം ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ 45 വയസ്സുള്ള ഒരു ഓവറി ഇല്ലാത്ത 26 വയസ്സിൽ പീരിയഡ്സ് നിന്നുപോയ ആള്, മെനോപോസിന് ശേഷം കുട്ടി ഉണ്ടായെന്നല്ല പറഞ്ഞത്, 26 വയസ്സിൽ അവരുടെ ട്രോമ കാരണം പീരിയഡ്സ് നിന്നുപോയത് 16 വർഷത്തിന് ശേഷം സ്പോട്ടിംഗ് ആയി വരികയും അതുവഴി 3 വർഷക്കാലത്തിന് ശേഷം നല്ല രീതിയിൽ ഡയറ്റ് നോക്കി അവർക്കൊരു പെൺകുട്ടി ഉണ്ടാവുകയും ചെയ്തു. ഞാൻ ഇന്ന് കാലത്തും കൂടെ ഈ വിവരം അവരുമായിട്ട് സംസാരിച്ചു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. നമസ്കാരം. ലൈഫ് നെറ്റ് TV പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ഒരേ ഒരു കാര്യം ഞങ്ങളുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇൻറ്റൻഷ്യലി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിരുന്നു, ബിജി അബൂബക്കർ എന്ന് പറഞ്ഞ ഒരു ചേച്ചീനെ ഞങ്ങളുടെ ചാനലിലൂടെ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഇന്ന് എൻ്റെ ഒപ്പം വീണ്ടും ബി ചേച്ചി തന്നെ വന്ന് ജോയിൻ ചെയ്യാണ്. അതിൻ്റെ പിന്നിൽ വലിയൊരു കാര്യമുണ്ട്. കാരണം ഞങ്ങൾ ചെയ്ത 2ാമത്തെ വീഡിയോ ലൈഫ് നെറ്റ് TV ബിജി അബൂബക്കർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങി ബിജി ചേച്ചിക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് പല കാര്യങ്ങളും എന്ന് പല കമൻസും വന്നിരുന്നു. അത് ഒന്ന് മാന്യ പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഈ 3ാമത്തെ ഈ ഒരു ഇൻ്റർവ്യൂവും ചെയ്യുന്നത്. ബിജി ചേച്ചിയുടെ ഞങ്ങളുടെ ഈ ചാനലിൽ വരുന്നതിന് മുമ്പേ തന്നെ വേറൊരു ചാനലിൽ ബിജി ചേച്ചി ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. ഞങ്ങൾ ആ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അതിനകത്ത് ചേച്ചി കൊടുത്തിരുന്ന ചേച്ചിയുടെ കയ്യിലുള്ള കണ്ടൻറ്റ് വളരെ നല്ലൊരു കണ്ടൻറ്റ് ആയതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് ആർക്കും പേഴ്സണലി ബി ചേച്ചിനെ പരിചയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചേച്ചിയുടെ കണ്ടൻറ്റ് നമ്മുടെ ചാനലിലൂടെ വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കണ്ടൻറ്റ് ആണല്ലോ ചേച്ചിയുടേത്. അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കണ്ടൻറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ചാനലിൽ നിന്നും നമ്മൾ ചേച്ചിനെ അന്ന് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നതാണ് ബി ചേച്ചി. അല്ലാതെ ഞാനെന്ന് പറയുന്നത്, അതായത് ഞങ്ങളുടെ ചാനൽ ചാവറ ലൈഫ് നെറ്റ് TVയോ ബിജി ചേച്ചിയും തമ്മിൽ ഒരു ബിസിനസ് കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പ്രേക്ഷകരുടെ അടുത്തേക്ക് ഒന്ന് മെൻഷൻ ചെയ്യാണ്. അല്ലേ ചേച്ചി? സത്യമാണല്ലോ ഞാൻ പറഞ്ഞ കാര്യം അല്ലേ? അപ്പോൾ ഇനി ഞാൻ പറയുന്നത്, ചേച്ചി ഞങ്ങൾ 2ാമത് ചെയ്ത ചേച്ചി വന്ന് പല കാര്യങ്ങളും തുറന്ന് സംസാരിച്ചിരുന്നു. അതിൽ പലർക്കും കുറേ ഡൗട്ട്സും കാര്യങ്ങളുമായിട്ട് കുറേ കമൻസുകൾ പലരും ഓരോ രീതിയിലുള്ള കമൻസ് വന്നിരുന്നു. അതിനെ ക്ലിയർ ചെയ്യാനുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇന്ന് ബി ചേച്ചി എല്ലാം വിത്ത് പ്രൂഫോട് കൂടി ചേച്ചി ഇന്നിവിടെ അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ചേച്ചി ആദ്യം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് എല്ലാം തന്നെ ചേച്ചി, ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ചേച്ചിയോട് ചോദിച്ചൊരു ചോദ്യം തന്നെയായിരുന്നു. ചേച്ചി ഒരു ഡോക്ടറല്ല, ചേച്ചി MBBS പഠിച്ചിട്ടില്ല. പക്ഷെ എന്നിട്ടും ചേച്ചിക്ക് എങ്ങനെ ഇത്ര അധികം പല സ്ട്രീമിലുള്ള രോഗികൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ഹെൽത്ത് ഇഷ്യൂസിന് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ റെമഡി ചേച്ചിക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പറയും. ഏതായാലും രമ്യ അത് ക്ലിയർ ചെയ്തല്ലോ, സാമ്പത്തിക ഇടപാടുകളൊന്നുമില്ല. അങ്ങനെ 2024 ഇൻസ്പയറിന് കൊടുത്തു, പിന്നെയും മൂവി വേൾഡ് ഇൻസ്പയറിനും ഒക്കെ കൊടുത്തു. അതിനുശേഷമാണ്
ഞാനിവിടെ ഇൻ്റർവ്യൂ തരാനായിട്ട് വരുന്നത്. ആ സമയം എൻ്റെ സാമ്പത്തിക അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ മോശം അവസ്ഥയാണ്, കടയൊക്കെ പൂട്ടി. അപ്പോൾ ശരിക്കും എൻ്റെ ഒരു കൺസെപ്റ്റ്, ഞാൻ പറയുന്ന കാര്യത്തിൽ കുറേ സത്യങ്ങളും ഇന്നത്തെ സമൂഹത്തിന് അത് ആവശ്യമുണ്ടെന്നും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരു ഇനീഷ്യേറ്റീവ് നിങ്ങൾ എടുത്തതും എന്നെ വിളിച്ചതും. നമ്മൾ ഭംഗിയായി സംസാരിച്ചു. അതെ. അപ്പം അതിൽ നമ്മൾ അന്ന് അരിയെക്കുറിച്ചൊക്കെ കൂടുതലായിട്ടൊക്കെ പറഞ്ഞു. രണ്ടാമത് നമ്മൾ അതിൽ കുറേ അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അഭിമാനിക്കാവുന്നത് ഒരു കാര്യം, റിസൾട്ട് നമ്മുടെ ഇൻ്റർവ്യൂ കണ്ട് നമ്മുടെ അടുത്ത് വന്നവരിൽ പ്രഗ്നൻ്റ് ആയി. അപ്പം നമുക്കെല്ലാം എക്സൈറ്റഡ് ആയി. അതും വളരെ ചെറിയ കാലയളവിൽ, ഒരു 3 മാസം പോലും എടുത്തില്ല. അപ്പം നമ്മൾ അത് ആലോചിക്കുന്നു. അങ്ങനെ നമ്മൾ ഈ കുട്ടികൾ ഉണ്ടായവരുടെ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും പിന്നെ വന്ന റിസൾട്ടും എല്ലാം പറഞ്ഞാണ് നമ്മൾ രണ്ടാമത്, അതും ഒരിക്കലും ഒരു പെയ്ഡല്ല, ഒന്നും പെയ്ഡല്ല. ഇന്ന് വരെ ഞാൻ കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഒരാടത്തും 5 പൈസ കൊടുക്കേണ്ടി എനിക്ക് വന്നിട്ടില്ല. പെയ്ഡ് ഇൻ്റർവ്യൂസിന് എന്നെ വിളിക്കാറുണ്ട്. ഞാൻ അവരോട് എൻ്റെ റെസ്പെക്റ്റോടുകൂടി ഞാൻ പറയും, അങ്ങനെ പണം തന്ന് പോകേണ്ട അവസ്ഥയിലല്ല ഞാൻ. മാത്രമല്ല ഇത് അങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല എന്ന് പിന്നെ ഒഴിവാക്കും. രമ്യ ചോദിച്ച കാര്യം, അതായത് MBBS ഡോക്ടർ അല്ല, പിന്നെ സർട്ടിഫൈഡ് ഡയറ്റീഷ്യൻ അല്ല. അപ്പോൾ ഞാനിപ്പം ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന നവയുഗ മാധ്യമങ്ങൾ നമ്മൾ പറയുന്നവർ കാണാത്ത ഒരു ബിജി അബൂബക്കറുണ്ട്. അത് ബിജി അബൂബക്കറിനോ ബിജി ഹിലാലെന്നോ വിളിക്കാം. കാര്യം 2007 എൻ്റെ രണ്ടാമത്തെ മകൾ, അതായത് 3ാമത്തെ കുട്ടി, 2ാമത്തെ പെൺകുട്ടി, അവളുണ്ടായി കഴിഞ്ഞ് 4 മാസമുള്ളപ്പോൾ അവളുടെ കാലിൽ ചൊറി വന്ന് കംപ്ലീറ്റ് ബുദ്ധിമുട്ട് വരികയും, അപ്പോൾ ഇവളെ ഞാൻ അന്നൊരു ഡേ കെയറിൽ വിട്ടിട്ട് ഞാൻ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പം ഞാൻ ഇവളെ ഡേ കെയറിൽ വിട്ടിട്ട് പോകുമ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ജ്യൂസും ഒന്നും കൊടുത്ത് ഈ കുട്ടിയെ നോക്കാൻ പറ്റില്ല, പാൽപ്പൊടിയും ബിസ്ക്കറ്റും തരാതെ കുട്ടിയെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജോലി രാജിവെച്ചു. മകൾക്ക് വേണ്ടി ജോലി നിർത്തി. ഞങ്ങൾ ആലോചിച്ചു, നമ്മുടെ മക്കളെ വളർത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നല്ല ഭക്ഷണം വേണം. നല്ല ഭക്ഷണത്തിന് എന്ത് വേണം? നമ്മൾ പലയിടത്തും അലയുമ്പോഴും 100% ഉറപ്പിച്ചു വാങ്ങാവുന്ന ഒരു ഭക്ഷണം നമ്മൾക്ക് കൃഷി ചെയ്താലോ എന്നുള്ള ആലോചനയിലാണ് എല്ലാം വിട്ടെറിഞ്ഞ് 2007 തൊട്ട് സ്വാഭാവിക കൃഷിയും സ്വാഭാവിക ജീവിതവും എന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചത്. ഈ 2007 ഇറങ്ങി തിരിച്ച ആ വർഷം തന്നെ വേറിട്ട കാഴ്ചകൾ എന്നും പറഞ്ഞ് കൈരളി TV നമ്മൾ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. ജീവൻ TV ജീവിതം എന്നുള്ളതിൽ KB വേണുവും ഷീബയുമാണ് അന്ന് ഇന്റർവ്യൂ ചെയ്തത്. ഇതൊന്നും ഇന്നത്തെ കാലത്തുള്ളതല്ല, ഇത് പണ്ട് തൊട്ടേ ഉള്ള കാര്യമാണ് പറയുന്നത്. പണ്ട് ഇന്റർവ്യൂ വന്നതാണ്. അത് എനിക്ക് തോന്നുന്നു 2008 തോന്നുന്നു. അതിനുശേഷം 2009 വനിത ഇന്റർവ്യൂ ചെയ്യുന്നു. ഞങ്ങൾക്ക് സ്കൂൾ വേണ്ട. പിന്നെ ഇങ്ങോട്ട് കൃഷിയും അനുബന്ധ ജീവിതങ്ങളും ആരോഗ്യ കൺസെപ്റ്റുകളും എല്ലാം വെച്ചിട്ട് ഒരുപാട് മാധ്യമങ്ങൾ നമ്മളെ ഇന്റർവ്യൂ ചെയ്യുകയും നമ്മളുടെ ജീവിതം തുറന്നു കാണിക്കുകയും പ്രസവം അടക്കം ഫീച്ചർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2017 മാതൃഭൂമി പ്രസവാനന്ദം ചെയ്യുന്നത്. മാതൃഭൂമി പ്രസവാനന്ദം ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട ജേർണലിസ്റ്റാണ്. ഈ ജേർണലിസ്റ്റിനെ ഞാൻ കാണുന്നത് ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ വെച്ചാണ്. എൻ്റെ ഒരു പ്രഭാഷണം കേറട്ടെ ആ ജേർണലിസ്റ്റ് തന്നെ എന്നോട് പറഞ്ഞു, ചേച്ചി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ ഇരുന്ന് നോക്കിയാൽ പോരെ, അപ്പം ഞാൻ ലീവ് എടുത്ത് ഇവിടെ കിടക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ആള് ലീവ് എടുത്ത് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് എന്നെ അറിയിക്കുന്നു അവർക്കുള്ള പ്രശ്നങ്ങൾ ഈ ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു പരിഹാരം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അവരുടെ വീട്ടിൽ കോഴിക്കോട് പോയി. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. പ്രഗ്നൻ്റ് ആയതിനു ശേഷവും ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു മോള് ഇപ്പോൾ ഉണ്ട്, 10 വയസ്സിലൊക്കെ ഏറെ ആയിട്ടുണ്ടാവും, അല്ലെ 10 വയസ്സിനോട് അടുപ്പിച്ചിട്ടുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന ജേർണലിസ്റ്റ് കേരളത്തിൽ അറിയപ്പെടുന്ന ജേർണലിസ്റ്റ് അല്ല, മാത്രമല്ല എത്തിക്സ് ഉള്ള ഒരാളുമാണ്. അവർ ഒരു 1.5 വർഷത്തോളം എന്നോടൊപ്പം സഞ്ചരിച്ചാണ് ആ ഫീച്ചർ ചെയ്യുന്നത്. അതായത് അന്ന് നമ്മൾ ഡയറ്റ് കൊടുത്തവരെ നേരിൽ വിളിക്കുകയും പ്രസവം ഒപ്പം നിന്നവരെ നേരിൽ വിളിക്കുകയും എല്ലാം സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിന് ശേഷമാണ് അവർ ആ ഫീച്ചർ 2017 മാതൃഭൂമി സൺഡേ സപ്ലിമെൻ്റ് ആയിട്ട്, അതായത് അവരുടെ വാരാന്ത്യ പതിപ്പായിട്ട് വിടുന്നത്. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ അന്ന് ഫേസ്ബുക്ക് ആണല്ലോ കൂടുതലായിട്ടുള്ളത്. ഒരുപാട് പേര് ഇനി മാതൃഭൂമിയുടെ മുറ്റത്ത് എല്ലാവരും കൂടെ പോയി പ്രസവിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ സമയമുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു വശം അങ്ങനെ നിൽക്കട്ടെ, എതിർപ്പുകൾ വരും, സ്വാഭാവികം. കാര്യം നമ്മൾ ചിന്തിക്കുന്ന അതേ നിലയിലായിരിക്കണം എല്ലാവരും ചിന്തിക്കണമെന്നില്ല. പക്ഷേ എത്രയോ പേർക്ക് അതുവഴി സന്താന ഭാഗ്യം ഉണ്ടായി. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ 45 വയസ്സുള്ള ഒരു ഓവറി ഇല്ലാത്ത 26 വയസ്സിൽ പീരിയഡ്സ് നിന്നുപോയ ആള്, മെനോപോസിന് ശേഷം കുട്ടി ഉണ്ടായെന്നല്ല പറഞ്ഞത്, 26 വയസ്സിൽ അവരുടെ ട്രോമ കാരണം പീരിയഡ്സ് നിന്നുപോയത് 16 വർഷത്തിന് ശേഷം സ്പോട്ടിംഗ് ആയി വരികയും അതുവഴി 3 വർഷക്കാലത്തിന് ശേഷം നല്ല രീതിയിൽ ഡയറ്റ് നോക്കി അവർക്കൊരു പെൺകുട്ടി ഉണ്ടാവുകയും ചെയ്തു. ഞാൻ ഇന്ന് കാലത്തും കൂടെ ഈ വിവരം അവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അന്ന് മാതൃഭൂമി ഇതുപോലെ ചെയ്തു. അതിനുശേഷം
കേരളത്തിലെ പത്രമാധ്യമങ്ങളിലെ ഏറ്റവും വലിയ സ്ഥാനത്തുള്ള മനോരമയുടെ ആരോഗ്യം ശുദ്ധഭക്ഷണ ചികിത്സ എന്ന് പറഞ്ഞു ചെയ്തു. ഈ ശുദ്ധഭക്ഷണ ചികിത്സയിലും അവർ പറയുന്നത് ഇൻഫെർട്ടിലിറ്റിക്കായി എങ്ങനെയാണ് നല്ല ഭക്ഷണം ചെയ്യാൻ പറ്റുന്നത്. അപ്പം രമ്യ ചോദിച്ച ചോദ്യം, MBBS ഡോക്ടർ അല്ലാതെയും ഇത്രയും മാധ്യമങ്ങൾ നമ്മളുടെ ഫീച്ചർ ചെയ്തത് വെറുതെ അല്ല. ഇന്നാണല്ലോ ഇതുവഴി നമ്മൾ ഈ പറയുന്ന ദൃശ്യമാധ്യമങ്ങളിലൂടെ ആളുകൾക്ക് എല്ലാവരെയും വളരെ എളുപ്പം കാണാനും അവരുടെ കാര്യങ്ങൾ കേൾക്കാനും ഒക്കെ പറ്റും. അന്ന് പത്രമാധ്യമങ്ങളായിരുന്നു. അച്ചടി മാധ്യമങ്ങളിൽ പോലും നമ്മളൊരു കാലത്ത് 2007 തൊട്ട് നമ്മൾ ഉണ്ട്, ഇപ്പോഴും നമ്മളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്? എന്തുകൊണ്ടാണ് ഒരാൾ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നത്? ഒന്ന്, ഒബ്സർവേഷൻ. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മാത്രമല്ല, ഞങ്ങൾ ഓരോ സ്ഥലത്തും താമസിച്ചത് ഒരു തനി നാടോടി ജീവിതമായിരുന്നു. ഓരോ സ്ഥലത്തും ജീവിക്കുമ്പം ഓരോ സ്ഥലത്തുള്ളവരെ പരിചയപ്പെടുകയും അവരുടെ ഭക്ഷണ ജീവിത രീതികൾ പരിചയപ്പെടുകയും അവരുടെ ആരോഗ്യം ഒബ്സർവ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഷോളയൂർ ഉണ്ടായിരുന്ന സമയത്ത് വളരെ ചെറിയൊരു കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മൾ നടന്നു പോകുമ്പം നമ്മുടെ നേരെ ഒരു പ്രായം ചെന്ന ആൾ വന്നാൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, രമ്യ എന്ത് കഴിച്ചു? ഇന്നലെ കഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. ഇന്നലെ കഴിച്ചു. അപ്പോൾ വയസ്സ് അവർക്കറിയില്ല. അവരുടെ ഹെൽത്ത് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അവർ മില്ലറ്റ്സ് കൂടുതൽ കഴിക്കുന്നവരാണ്. അവരങ്ങനെ 3 നേരം സമയം നോക്കി കഴിക്കുന്നവരല്ല. അവരിപ്പോഴും പ്രകൃതിയെ അനുസരിച്ച് സമയത്തെ കണക്കാക്കുന്നവരൊക്കെ ഇപ്പോഴും ഉണ്ട്. ഞാൻ പറയുന്ന ഒരു 10 വർഷമല്ല 19 വർഷം മുമ്പുള്ള കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ആൾക്കാരത് പറഞ്ഞ് കേട്ട് വരരുത്. ഇന്നലെ കഴിച്ചു 19 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതും ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ പറയുന്നത്, എനിക്കൊരു 20 വയസ്സുള്ളപ്പോഴാണ് എനിക്കൊരു അലോപ്പതി മരുന്നിന് അലർജി ആവുന്നത്. അപ്പം ഞാൻ ആ മരുന്ന് അതോടുകൂടി അന്ന് ഞാൻ അലോപ്പതി ഉപേക്ഷിച്ചതാണ്. മറ്റൊന്നും കൊണ്ടല്ല, എനിക്കത് കഴിക്കാൻ പേടിയാണ്. എനിക്ക് അലർജി ഉണ്ടായി, എന്നെ സിവിയറായ സ്കിൻ പ്രോബ്ലം വന്നു. അപ്പം ഞാൻ അന്ന് തൊട്ട് ഞാൻ ആലോചിക്കുമല്ലോ സ്വാഭാവികമായിട്ടും എന്താണ് ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ്, എങ്ങനെ അസുഖമില്ലാതെ, എങ്ങനെ ഒരു എമർജൻസി ഇല്ലാതെ നമുക്ക് ജീവിക്കാമെന്നുള്ളത് സ്വാഭാവികമായി ഞാനും അന്വേഷിച്ചു. ഞാൻ വർഷങ്ങളോളം വീഗൻ ഡയറ്റ്, എൻ്റെ മക്കളെ ഞാൻ പ്രസവിച്ച എല്ലാ മക്കളും പ്രസവകാലവും ഗർഭകാലത്തും ഞാൻ വീഗനായിരുന്നു. ഞാൻ വീഗൻ ഡയറ്റാണ് ഫോളോ ചെയ്തത്. പ്രസവത്തോടടുത്തപ്പോൾ നമ്മുടെ തന്നെ ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പേടിച്ച് പോലും ഭക്ഷണത്തെ ഭയങ്കരമായി റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പാലിച്ച കാര്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ പുറത്ത് ജനം അറിയുമ്പോൾ, ഇപ്പോൾ ഒരു ഫീച്ചർ വായിക്കുകയൊക്കെ ചെയ്യുമ്പം ആൾക്കാർ നമ്മളോട് ചോദിക്കും, ഇതെങ്ങനെയാണ്, ഇത് മനസ്സിലാക്കിയത് എങ്ങനെയാണ്? അപ്പം നമ്മുടെ അനുഭവങ്ങൾ പറയുകയും അവരുടെ അനുഭവത്തിലൂടെ ഇപ്പോഴും നമ്മൾ പറയും, നിങ്ങളൊരു കാര്യം ചെയ്താൽ അത് നിങ്ങൾക്ക് എങ്ങനെ ഭവിക്കുന്നു എന്ന് നോക്കി വേണം നമ്മളോട് പറയാൻ. അപ്പം നമ്മളിവിടെ വന്ന ഇൻ്റർവ്യൂവിൽ ഞാനോ രമ്യയോ അല്ല ചാവറ എന്ന് പറയുന്ന ഈ സ്ഥാപനമോ ഇതിൻ്റെ ഡയറക്ടറോ ആരും ഇത് കഴിയുമ്പം എന്നെ അന്വേഷിച്ച ആളുകൾ വിളിക്കും എന്ന് പറഞ്ഞാൽ തന്ന ഇൻ്റർവ്യൂവേ അല്ലത്. അങ്ങനെയാണ് അതിനൊരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ നിന്ന് ഞാൻ സംസാരിക്കണം. നിങ്ങൾ ആലോചിക്കണം, ആ ഇൻ്റർവ്യൂ തരുന്ന സമയത്ത് 1800 സ്ക്വയർ ഫീറ്റ് വരുന്ന 475 SKUs ഉള്ള എൻ്റെ കട പൂട്ടിയിട്ട് 1 വർഷം കഴിഞ്ഞു. ആ കടയുടെ വീഡിയോയോ ആ കടയിൽ വന്നവർക്കും അറിയാം അത് എത്ര വലിയ കടയായിരുന്നു, എത്ര വലിയ കൺസെപ്റ്റ് ഞാൻ തുടങ്ങിയ കടയാണ്. അല്ലെങ്കിൽ പിന്നെ ആ കടയുള്ളപ്പോൾ ഞാൻ വന്ന് ഇൻ്റർവ്യൂ തന്നിട്ട് എല്ലാവരും ഈ അരി എല്ലാം മേടിച്ച് കഴിക്കാൻ പറയണം. ആ കട പൂട്ടിയ സമയത്താണ് ഞാൻ ഇൻ്റർവ്യൂ തരുന്നത്. അതായത് എൻ്റെ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും നിൽക്കുന്ന സമയത്താണ് വരുന്നത്. പക്ഷേ ആളുകൾക്കത് കണ്ടപ്പോൾ ഇന്നത്തെ കാലത്തുള്ള ജീവിതശൈലി രോഗങ്ങൾക്കും അവരുടെ ഭക്ഷണ ജീവിത ശൈലിയിൽ നിന്നൊരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു പ്രചോദനമായി തോന്നി. അങ്ങനെയെങ്കിൽ വിജയെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ ഉള്ള പ്രശ്നങ്ങൾക്ക്, അതായത് ജീവിതശൈലിയിലൂടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകുമെന്ന് തോന്നി. അങ്ങനെയാണ് അവർ വിളിക്കുന്നത്. അതിൽ ഞാൻ ഒന്ന് ആഡ് ചെയ്തോട്ടെ ചേച്ചി, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഞങ്ങളുടെ ചാവറ കൾച്ചറൽ സെൻറ്ററിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ലൈഫ്നെറ്റ് TV. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ ഒരു പ്രോഗ്രാമിലൂടെ ഞങ്ങളുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചേച്ചിയുടെ പോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പലതരത്തിലുള്ള കണ്ടന്റുകളുണ്ട്. ആ പലതരത്തിലുള്ള കണ്ടന്റുകളെ ബേസ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ജെനുവൻ ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിനെ മാത്രമാണ് മാക്സിമം ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. ഞങ്ങളുടെ ഇൻറ്റൻഷൻ ഇതൊരു എന്താ പറയുക കമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ചാനലല്ല. ഞങ്ങളുടെ ഈ ചാനലിലൂടെ എന്തെങ്കിലും ഉപകാരം നമ്മുടെ സമൂഹത്തിന് ഉണ്ടാവണം എന്നുള്ളൊരു ഒറ്റ ഇൻറ്റൻഷനോട് കൂടി മാത്രം ചെയ്യുന്ന ഒരു ചാനലാണ് ലൈഫ്നെറ്റ് TV ചാവറയുടേത്. അപ്പോൾ ചേച്ചിയുടെ കണ്ടന്റ് ഇപ്പോൾ പറഞ്ഞ പോലെ സോക്കോൾഡ് ഇത്തരത്തിൽ സമൂഹത്തിൽ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് ഞങ്ങൾക്ക് തന്നെ അറിയാം, ഒരുപാട് ആൾക്കാർക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങളുടെ ചാനലിലൂടെ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ പേരിലേക്ക് എത്തുമല്ലോ.
ചേച്ചിയുടെ ഈ കൈകളിലൂടെ പലർക്കും അതിന്റെ ഒരു ഉപകാരം കിട്ടിക്കോട്ടെ എന്നുള്ളൊരു ഇന്റൻഷനോട് കൂടി നമ്മൾ ചെയ്തൊരു ഇന്റർവ്യൂ ആണ് അല്ലേ? അതെ. അതാണ് ഇപ്പോൾ പലരും അതെടുത്ത് തെറ്റിദ്ധാരണയോടെ പല രീതിയിൽ വ്യാഖ്യാനിച്ചും ചേച്ചിക്കെതിരെ മോശപ്പെട്ട രീതിയിൽ പലതും പറഞ്ഞു നമ്മുടെ ചാനലിന് എഗെയിൻസ്റ്റ് ആയിട്ടും ഇങ്ങനെ പറയുന്നത് കൊണ്ട് അതൊന്ന് ഞങ്ങൾ ക്ലിയർ ചെയ്യുന്നു. അപ്പൊ ചേച്ചി ഇപ്പൊ പറഞ്ഞു നിർത്തിയത് ഇത് തന്നെ പലർക്കും ഉപകാരപ്രദമാവും എന്ന് ചേച്ചിയുടെ സ്വയം അനുഭവത്തിലൂടെ. അപ്പൊ അതിന്റെ കൂടെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ചേച്ചിയുടെ സ്വന്തം അനുഭവത്തിൽ 4 കുഞ്ഞുങ്ങളുണ്ട് ചേച്ചിക്ക്. 4 ചേച്ചിയുടെ പ്രസവാനന്തര സമയത്ത് ചേച്ചി കഴിച്ചിരുന്ന ഭക്ഷണങ്ങൾ ഒരു പക്ഷേ ചേച്ചിയുടെ ശരീരത്തിന് അത് കറക്റ്റാണ്. ചേച്ചിനെ കാണാൻ വരുന്ന ക്ലയൻസിന് എല്ലാവരുടെയും ശരീരത്തിന്റെ ഘടന വ്യത്യാസമാണ് അല്ലേ? അപ്പം ഓരോരുത്തരുടെയും ഓരോ രീതിയിലായിരിക്കാം. അപ്പോൾ ഇന്ന പേഷ്യന്റിന് ഏത് രീതിയിലുള്ള ഭക്ഷണം വേണം ഞാൻ കൊടുക്കാൻ എന്താണെന്നുള്ളത് ചേച്ചി പിന്നെയും അതിനെക്കുറിച്ച് മനസ്സിലാക്കണം, അറിയണം അല്ലേ? ആ ഒരു അറിവ് ചേച്ചി നേടിയത് ഞാൻ ഈ പറഞ്ഞ പോലെ ബുക്കുകളിൽ നിന്നല്ല. ചേച്ചി പ്രകൃതിയെ കണ്ടു, പ്രകൃതിയോട് ഇണങ്ങി, പ്രകൃതിയിൽ നിന്നും ചേച്ചി പലതും വർഷങ്ങളുടെ ചേച്ചിയുടെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നും ചേച്ചി കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയ ആ അറിവാണ് ചേച്ചി ക്ലയൻസിന് ഷെയർ ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ആ അറിവിൽ നിന്നും ഏതാണ് നല്ല ഭക്ഷണം, എന്താണ് കഴിക്കാൻ പാടില്ലാത്തത് എന്നുള്ളൊരു തിരിച്ചറിവാണ് ചേച്ചി ക്ലയൻസിന്റെ അടുത്ത് കൊടുക്കുന്നത് അല്ലേ? അപ്പൊ അതിനകത്ത് തന്നെ ചേച്ചി കൊടുക്കുന്ന ഒരു രീതി പറയാമോ? ചിലരൊക്കെ നമ്മുടെ കമന്റ്സിനകത്ത് പറയുന്നുണ്ട് ചേച്ചി എന്തൊക്കെയോ പൊടിച്ച് കലക്കി കൊടുക്കുന്നുണ്ട്. പാരസെറ്റമോൾ ചില ഡോക്ടേഴ്സ് നേരിട്ട് കൊടുക്കുമ്പോൾ മറ്റൊരു ചിലർ പൊടിച്ച് കലക്കി കൊടുക്കുന്നു എന്ന് പറയുന്നില്ല, ചേച്ചി എന്തോ പൊടിച്ച് കലക്കി കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. ചേച്ചി എന്തെങ്കിലും പൊടിച്ച് കലക്കി കൊടുക്കുന്നുണ്ട്? എനിക്കത് കേട്ടപ്പോൾ രമ്യ ഞാൻ എന്താ പറയുന്നത്, സത്യത്തിൽ ഈ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടപ്പോഴേ എൻ്റെ ക്ലയൻസ് ഒക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വി ഫീൽ പിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. കാര്യം അവർക്ക് ഞാൻ എന്തെങ്കിലും ഉള്ളത് പോലും എൻ്റെ കയ്യിൽ എപ്പോഴും കുറച്ച് സ്റ്റോക്ക് ഓഫ് റൈസ് കാണും. എൻ്റെ പേഴ്സണൽ യൂസിനോ ആരെങ്കിലും ഒക്കെ ചോദിച്ചാൽ കൊടുക്കാനുള്ളതൊക്കെ ഉണ്ടാവണം ചിലപ്പോൾ. അപ്പോൾ എന്നോട് അതുപോലും ഞാൻ ആർക്കും കൊടുക്കാറില്ല. അപ്പോൾ ആൾക്കാർ പറയുന്നു ഞാൻ എന്തൊക്കെയോ കെമിക്കലുകളാണ് കൊടുക്കുന്നത്. ഒരു ബ്രാൻഡുണ്ട്, നാച്ചുറൽ എഡിബിൾസ് എന്ന് പറയുന്ന ബ്രാൻഡുണ്ട്. ഈ നാച്ചുറൽ എഡിബിൾസ് എന്ന് പറയുന്ന ബ്രാൻഡ് 2019 ഞാൻ തുടങ്ങിയത്. ഈ ബ്രാൻഡ് 3 കാറ്റഗറിയിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ലൈസൻസ് ഉള്ള ബ്രാൻഡാണ്. മാത്രമല്ല സെൻട്രലിൻ്റെയും സ്റ്റേറ്റിൻ്റെയും FSSAI ലൈസൻസ് ഉള്ള ബ്രാൻഡായിരുന്നു എൻ്റെ. മാനുഫാക്ചറിങ് ലൈസൻസ് ഉള്ള ബ്രാൻഡാണ് എൻ്റെത്. പക്ഷെ അതൊക്കെ ഒന്നും കൂടെ ഇപ്പം പുതുക്കിയാൽ മാത്രമേ ഉള്ളൂ എനിക്ക് ഈ വെബ്സൈറ്റ് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ വളരെ മാന്യമായിട്ട് നിയമം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ഇപ്പോഴും FSSAI ഒക്കെ ലൈവ് അല്ലെങ്കിലും ഇതൊക്കെ വിൽക്കുന്നവരൊക്കെ കാണാം. പക്ഷെ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നതുകൊണ്ട് ഇതൊക്കെ ചെയ്തേ വരുള്ളൂ. ഇതിൻ്റെ ഇടയിൽ എവിടെ ഈ പൊടി, ഇത് എന്ത് പൊടി, ആർക്ക് പൊടി, ജലൂസിൽ ആദ്യം നമുക്കിതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവരൊക്കെ തന്നെ നാണം കെടുക. കാര്യം ഇതൊക്കെ കേൾക്കുന്ന മനുഷ്യര് നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും റിസീവ് ചെയ്യാത്ത ആൾക്കാർ എല്ലാ റെക്കോർഡ്സ് ഉണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു ചേച്ചിയുടെ ഫോൺ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ ഉണ്ട്. നമുക്ക് ഇപ്പോഴും ഡൗട്ട് തീരാത്ത കുറച്ച് പേര് നമ്മുടെ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കാൻ ചേച്ചിയുടെ കയ്യിൽ നിന്നുള്ള പ്രൂഫ് എന്തെങ്കിലും. അപ്പൊ ഞാന് ചേച്ചി ഒന്ന് പറയണം. ഇപ്പം ഞാനെന്ന് പറഞ്ഞൊരു പേഷ്യന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ഫേസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ചേച്ചിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചിയുടെ ആ ഒരു വേ ഉണ്ടല്ലോ, എങ്ങനെയാണ് ചേച്ചിയുടെ ഒരു ചികിത്സാ രീതി അല്ലെങ്കിൽ ചേച്ചിയുടെ ഡയറ്റിന്റെ ഒരു രീതി, എന്തെങ്കിലും പൊടി കലക്കി തരുന്നില്ല എന്ന് ചേച്ചി പറഞ്ഞു. പിന്നെ എന്താണ് ചേച്ചി പറയുന്നത്, എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ എന്ത് കഴിക്കണം എന്നാണ് ചേച്ചി പറയണത്, അതിനൊരു ഉണ്ടാവില്ലേ ചേച്ചിക്ക്? ആ ഒരു പ്രോസസ്സും കൂടെ എങ്ങനെയാണെന്ന് ചേച്ചി. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ രമ്യ, സത്യം പറഞ്ഞാൽ ഈ ലൈഫ് നെറ്റിന്റെ ഇന്റർവ്യൂ ആദ്യത്തതും രണ്ടാമത്തതും എൻ്റെ ജീവിതം സത്യം പറഞ്ഞാൽ എനിക്ക് പോകുന്ന രീതി തന്നെ മാറിപ്പോയി എന്ന് പറയുമ്പോൾ അതുപോലെ കോളുകളാണ് വരുന്നത്. ഈ പറയണവരൊക്കെ വന്നിരുന്ന് പറഞ്ഞാലും ഡെയിലി ഫോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥ നിലവിലുമുണ്ട്. അപ്പം ഇതിനകത്ത് ഇപ്പം എന്നെ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആദ്യം അവരോട് ബ്രീഫ് ചെയ്യാൻ പറയും. മാക്സിമം വോയിസ് നോട്ട് ഇടണ്ട, നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് അയക്കാൻ പറയും. അപ്പം ഡയബറ്റിക് അതായത് വലിയ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ പറയും നിങ്ങൾ ഡോക്ടേഴ്സിനെ കണ്ട് നിങ്ങളുടേത് നോക്കൂ. ഞാൻ ഇൻഫെർട്ടിലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിനുള്ള ഒരു ഫുഡ് കറക്ഷൻ ആണ് ചെയ്യുന്നത്. ഫുഡ് കറക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കും നിങ്ങൾ എന്തൊക്കെയാണ് കഴിക്കുന്നത്. അപ്പം ശരി, ഞങ്ങൾ ഇങ്ങനെ ഒരു ഭക്ഷണ രീതിയാണ്, അപ്പം അതിലെ മോശമായ ഭക്ഷണ ജീവിത രീതി ഒന്ന് മാറ്റിയിട്ട് ഞാൻ റീപ്ലേസ് ചെയ്യും നല്ല ഫുഡിനെയും. അത് അവർക്കറിയാം. പലർക്കും ഇതൊക്കെ ഞങ്ങൾ കഴിക്കുന്ന മോശമാണെന്ന് അറിയാം, പക്ഷേ അവർക്ക് അതിനൊരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല. അതായത് ഇതിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാനോ ഇതിനെ മോണിറ്റർ ചെയ്യാനോ ചെയ്തില്ലെങ്കിൽ ഒരു വഴക്ക് പറയാനോ ഇങ്ങനെയൊന്നും, അല്ലെ അവർക്ക് അതിലൂടെ വന്ന ആ ഒരു വ്യത്യാസം പറയാനോ ഒന്നും അവർക്ക് ആരുമില്ല. പലയിടത്തും ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവരൊരു
സജഷനായിട്ടേ പറയാറുള്ളൂ. ഇനി അല്ലാതെ കൊടുക്കുന്നതും ഉണ്ടാവാം. പക്ഷെ പലരും ഡോക്ടറെ കണ്ടു, ഡോക്ടർ മിക്കവരും ഇൻഫെർട്ടിലിറ്റി റിലേറ്റീവിന് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് തന്നെ സജസ്റ്റ് ചെയ്യും ഒന്ന് ഡയറ്റീഷ്യനെ കണ്ടിട്ട് ഒന്ന് ലൈഫ് മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഫുഡ് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറയും. അപ്പോൾ ഇതിനകത്ത് ഇത് കേട്ട് ചിരിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. അവരാരാന്ന് വെച്ചാൽ ഇതൊന്നും കിട്ടാത്തവരെ. എന്നെ കുറച്ച് പേരൊക്കെ പിടിച്ച് വഴക്ക് പറഞ്ഞു, ഈ പൊടിയൊന്നും ഞങ്ങൾക്ക് തന്നില്ലല്ലോ ചോദിച്ചോട്ടോ, അവർക്കും അറിയാം. അപ്പൊ രമ്യ ഇതിനകത്ത് ഒരുപാട് വോയിസ് ക്ലിപ്പുകൾ ഇത് കണ്ടിട്ട് എനിക്ക് അയച്ചതുണ്ട്. ഇതിൽ ഏതാ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാല് അല്ല ചേച്ചിയുടെ ക്ലയൻസിന്റെ വിത്ത് പെർമിഷനോട് കൂടി എല്ലാവരുടെയും പെർമിഷൻ ഉണ്ട്. അപ്പൊ അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അവരുടെ വോയിസ് ക്ലിപ്പ് ഇവിടെ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അങ്ങനെ പെർമിഷനോട് കൂടിയാണ് ചേച്ചി ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതില് തന്നെ റിസൾട്ട് കിട്ടിയിട്ടുള്ളതും ചേച്ചിയുടേതായിട്ടുള്ള ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ നമുക്ക് ആദ്യം ഞാൻ പറയാലോ, നമുക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആഫ്റ്റർ 12 years. ഓക്കെ. അപ്പം ഇവര് പറയുന്ന പോലെ അപ്പൊ ആ കുട്ടി നേഴ്സാണ്. ഇത് നമ്മുടെ എങ്ങനെയാണ് മൈക്കിൽ കിട്ടും. ഓക്കെ. അത് അവൾക്ക് ഭയങ്കര, അവൾ എന്നോട് വഴക്കൊക്കെ പറഞ്ഞു, ചേച്ചി ഇത് വല്ലതും കേട്ട് ഇതിൻ്റെയൊക്കെ പുറകെ മനസ്സ് വിഷമിക്കേണ്ട കാര്യമുണ്ടോ? ഒരു മിനിറ്റ്. ഹായ്, റീസെൻ്റ്ലി ബിജി ചേച്ചിയുടെ ഒരു ഇൻ്റർവ്യൂവിന് താഴെ വന്ന കുറേ കമൻസും അതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള കുറേ വീഡിയോസും റെസ്പോൺസും ഒക്കെ കണ്ടിട്ട് ആണ് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത്. ഞാനൊരു നേഴ്സാണ്, ഞാൻ എബ്രോഡാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ചേച്ചിയെ കോൺടാക്ട് ചെയ്യുന്നത് ചേച്ചിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടാണ്. അഫ്കോഴ്സ് 12 years ആയി ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട്. ഞാനൊരു വട്ടം പോലും പ്രഗ്നൻ്റ് ആയിട്ടില്ല. സോ ദാറ്റ് ഈസ് ദ റീസൺ ലൈക്ക് വൈ ഐ കോൺടാക്റ്റഡ് ഹർ. ആൻഡ് ചേച്ചിയെ കോണ്ടാക്ട് ചെയ്തു. ചേച്ചിയുടെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഫോളോ ദ ഹെൽത്തി ഹാബിറ്റ്സ് എന്നായിരുന്നു. നല്ല രീതിയിൽ ഹെൽത്തി ഫുഡ്സ് നോക്കുക, ഹെൽത്തി ഹാബിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ചേച്ചി എനിക്ക് തന്ന അഡ്വൈസ്. ചേച്ചി ഒരിക്കലും എന്നെ ഒന്നിനും ഫോഴ്സ് ചെയ്തിട്ടില്ല, ഒരു മെഡിസിൻ റെക്കമെൻഡ് ചെയ്തിട്ടില്ല, ഒരു പെർട്ടിക്കുലർ എന്താ പറയുന്നത് പ്രോഡക്ട്സ് റെക്കമെൻഡ് ചെയ്തിട്ടില്ല, ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് റെക്കമെൻഡ് ചെയ്തിട്ടില്ല. പിന്നെ ചേച്ചി നമ്മൾ 12 years ആയിട്ടും ഒരു വട്ടം പോലും പ്രഗ്നൻ്റ് ആകാതിരിക്കുമ്പം ഏതൊരു കപ്പിളിനും തോന്നുന്ന പോലെ നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി ഉണ്ട്. ചേച്ചി അതെല്ലാം മാറ്റി കുറച്ചും കൂടെ നമ്മളെ എൻകറേജ് ചെയ്ത് നമ്മളൊരു പോസിറ്റീവ് അപ്രോച്ചാണ്, നമുക്ക് ഉള്ളിൽ തന്നെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാക്കുക ചേച്ചി ശരിക്കും ചെയ്തിട്ടുള്ളത്. ഏത് നേരവും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു ഫാമിലി മെമ്പറിനെ പോലെയാണ് ചേച്ചി. അഫ്കോഴ്സ് പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു എല്ലാവരുടെ അടുത്തും തന്നെ ഒരു സിസ്റ്റർ, മദർ, ആ ഒരു രീതിയിലാണ് ചേച്ചി അപ്രോച്ച് ചെയ്യുന്നത്. ചേച്ചി തരുന്നൊരു പോസിറ്റിവിറ്റി അത് ഭയങ്കരം തന്നെയാണ്. അത് ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ എനിക്ക് ഈ താഴെ വന്ന കമൻസോ അല്ലെങ്കിൽ ചേച്ചിയുടെ അഗൻസ്റ്റ് പറഞ്ഞ കാര്യങ്ങളൊന്നും എന്താ പറയുന്നത് ജസ്റ്റ് ഫൂളിഷ്നെസ് ആയിട്ടേ ഞാനിത് ചെയ്യുന്നുള്ളൂ. ഐ ഹോപ്പ് ലൈക്ക് ഷീ മെയ്ഡ് സോ മെനി ഡിഫറൻസ് ഇൻ മെനി ഓഫ് ദ പീപ്പിൾ. അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് ഈ പറഞ്ഞ ഇങ്ങനെ ചേച്ചിക്ക് അഗൻസ്റ്റ് പറയുന്നവർ പറഞ്ഞതുകൊണ്ട് ചേച്ചിയുടെ ഒരു കരിയർ അല്ലെങ്കിൽ ചേച്ചിയുടെ ഒരു ചേച്ചിയെ ഇഷ്ടപ്പെടുന്നവർ ചേച്ചിക്ക് അഗൻസ്റ്റ് ആകുമെന്നൊന്നും വിശ്വസിക്കുന്നില്ല ഞാൻ. അതേപോലെ ചേച്ചി നമ്മുടെ കഴിഞ്ഞ 2ാമത്തെ ഇന്റർവ്യൂവിൽ ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ആള് മെറ്റ്ഫോമിൻ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് വന്ന ഒരു ബുദ്ധിമുട്ടിന്റെ കാര്യം, അതിന്റെ വീഡിയോ അവര് പറയുന്നത് ചേച്ചിയുടെ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ? അതുണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ രമ്യയും ഞാനും തമ്മിൽ സംസാരിച്ചപ്പം നമ്മൾ പറഞ്ഞു പീരിയഡ്സിന് കഴിക്കുന്ന മരുന്നുകൾ, അതായത് പീരിയഡ്സ് പെയിനിന് കുട്ടികൾക്ക് പരീക്ഷയും പഠിത്തവും ഒക്കെ ആണല്ലോ, അപ്പോൾ കൊടുക്കുന്ന മരുന്നുകൾ ഭാവിയിൽ അവരുടെ ഇൻഫെർട്ടിലിറ്റി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാം. അപ്പം എനിക്ക് നമ്മുടെ ഇന്റർവ്യൂ കഴിഞ്ഞ് കുറേ ആളുകൾ മെസ്സേജ് അയച്ചു, ചേച്ചി ഞങ്ങളൊക്കെ പാരസെറ്റമോളും ഇതുമൊക്കെ പിള്ളേർക്ക് കൊടുക്കുമായിരുന്നു, മെഫ്താളും ഒക്കെ കൊടുക്കുമായിരുന്നു, പക്ഷെ അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി ശരിയാണല്ലോ എന്നോർത്ത് നമ്മൾ അതിപ്പോൾ കൊടുക്കുന്നില്ല, ഹോട്ട് വാട്ടർ ബാഗും ഒക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇത് തന്നെയായിരുന്നു നമ്മുടെ ഇൻറ്റൻഷനും, ചില കാര്യങ്ങൾ എല്ലാവരും അറിയട്ടെ എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് എനിക്ക് വരുന്ന റിപ്പോർട്ട്സിൽ ഇതായത് ഇപ്പം ഞാനൊരു ഡേറ്റ കളക്ട് ചെയ്യുമല്ലോ, ഇപ്പം രമ്യ ചോദിച്ച ഒരു ചോദ്യം അതാണ്, എങ്ങനെയാണ് ചേച്ചി മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളൊരാൾ സംസാരിച്ച് കഴിയുമ്പോൾ അയാൾക്കൊരു ഡേറ്റ കളക്ട് ചെയ്യാനൊരു തുടങ്ങും, അതിൽ അവരുടെ ക്ലിനിക്കൽ ഹിസ്റ്ററി, സ്കാൻ റിപ്പോർട്ട്സ് എല്ലാം അവർ അയച്ചു തരും. അത് കഴിഞ്ഞ് ഇവർക്കൊരു ടൈം സ്ലോട്ട് കൊടുക്കും, നമ്മൾ സംസാരിക്കാനായിട്ട് ഒരു ടൈം സ്ലോട്ട് കൊടുക്കും. പലരും പുറത്തും പല രാജ്യങ്ങളിലാവുന്നുണ്ട്. അപ്പോൾ ഈ ടൈം സ്ലോട്ടിലാണ് അവർ നമ്മളോട് ദീർഘമായിട്ട് 1 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെ സംസാരിച്ചവരുണ്ട്. അപ്പോൾ ഇതിലൂടെ
അതിലൂടെയാണ് പിന്നെ ഇവരുടെ ഇതുവരെയുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ എല്ലാം പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതിലെല്ലാവരുടെയും ഏകദേശം ഒരു 90% സ്ത്രീകളുടെയും ഇൻഫെർട്ടിലിറ്റിയുടെ കോഴ്സായിട്ട് പറയുന്ന PCOS, ഇപ്പം PMOS എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വരുത്തിയാൽ മാറുന്ന കാര്യമാണ്. ബോഡിയെ ഇൻസുലിൻ സെൻസിറ്റീവ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മെറ്റ്ഫോമിൻ കൊടുക്കുന്നത് ശരിക്കും ഇത് മറ്റേ ഡയബറ്റിക്കിനെ മാനേജ് ചെയ്യാൻ ആ അവസ്ഥയിലുള്ളവർക്കും ഈ മെഡിസിൻ മെറ്റ്ഫോമിൻ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും മെറ്റ്ഫോമിൻ ചേർന്നൊന്നും വരില്ല. ഓക്കെ. അപ്പം നമ്മൾ മെറ്റ്ഫോമിൻ പറഞ്ഞത് മെഫ്താൾ എന്ന് പറയാൻ അറിയാത്ത ആളാണ്. ഞാൻ ചോദിക്കുന്നത്, എനിക്ക് വിദ്യാഭ്യാസമുണ്ടോ ഇതൊക്കെ പറയാനായിട്ട്? ഞാൻ എൻ്റെ 79 തൊട്ട്, ഇനി അത് അറിയത്തില്ലെങ്കിൽ പറയണ്ട, 79-ലാണ് 3 വയസ്സുള്ളപ്പോൾ തൊട്ട് ഏതാണ്ട് 85 വരെ ചിന്മയ വിദ്യാലയം കോട്ടയത്താണ് പഠിച്ചത്. അത് കഴിഞ്ഞ് മിസ് ബേക്കറിലാണ് 10 വരെ പഠിച്ചത്. അത് കഴിഞ്ഞ് CMS കോളേജിൽ സയൻസ് പ്രീ ഡിഗ്രി പഠിച്ചു. പിന്നെ പോളിടെക്നിക്കിൽ പോയി ഡിഗ്രി ഞാൻ ഡിസ്റ്റൻസിൽ ചെയ്തു. സ്വാഭാവികമായിട്ട് ഈ നാട്ടിൽ ജീവിക്കുന്ന ആളല്ലേ ഞാൻ, ഗുളികകളെ കുറിച്ച് അറിയാത്ത ആളല്ലല്ലോ. അപ്പം നമ്മൾ അങ്ങനെ മെറ്റ്ഫോമിനെ തെറ്റിച്ച് പറയുകയാണ്, അത് മെഫ്താളാണ്. മെഫ്താളിനെ കുറിച്ച് പറയാം. മെഫ്താള് എല്ലാവരും കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ലോകാരോഗ്യ സംഘടന തന്നെ നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്, മരുന്നില്ല ആവശ്യമില്ലാതെ കഴിക്കുക. അതിലൊന്നാണ് മെഫ്താൾ. മെറ്റ്ഫോമിൻ കഴിച്ചാൽ എന്താ കുഴപ്പം? എന്തുകൊണ്ട് മെറ്റ്ഫോമിൻ കഴിച്ച് ഇൻസുലിൻ ഈ പറയുന്ന റെസിസ്റ്റൻസ് മാറ്റാൻ ആളുകൾ ശ്രമിക്കാത്തതെന്ന് പറഞ്ഞു തരാം. ഒരു മിനിറ്റ്. മെറ്റ്ഫോമിൻ എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തത് 2000 ആണ്. 1000 to 2500 വെച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അപ്പം തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഡയറിയ, വൊമിറ്റിങ്, ക്ഷീണം, ഭയങ്കര ബ്ലോട്ടിങ്, അങ്ങനെ ഫുള്ള് പ്രോബ്ലം ആയിരുന്നു. ഫുള്ള് തളർച്ച, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളായിരുന്നു. ഇതുകൊണ്ടാണ് ആൾക്കാർ എന്താണ് മരുന്നുകൾ കഴിക്കാതെ എങ്ങനെ ബോഡിയെ ഇൻസുലിൻ സെൻസിറ്റീവ് ആക്കാം. ഇനി ഇതൊക്കെ വലിയ ടോപ്പിക്കാണ്. ആൾക്കാർ പറയുന്ന പോലെ എന്തിനാണ് ഇപ്പം പ്രഗ്നൻസിയും ഇൻസുലിൻ റെസിസ്റ്റൻസും തമ്മിൽ എന്താണ് ബന്ധം? ഇതൊക്കെ ഈ കാണുന്നതും മനസ്സിലാക്കുന്നതുമായ ഡോക്ടേഴ്സിനും ന്യൂട്രീഷനിസ്റ്റിനും ഒക്കെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. എന്താണ് നമ്മുടെ ബോഡിക്ക് ഇൻസുലിൻ റിസീവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയെ ഭക്ഷണ ജീവിതക്രമത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? മാറ്റിക്കൊടുക്കുകയാണ്. മാറ്റിക്കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അത് അവരുടെ ഇനീഷ്യേറ്റീവിൽ. അപ്പോൾ ഇങ്ങനെ മെറ്റ്ഫോമിൻ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്ക് എന്താണ് ഓപ്ഷൻ? അവർക്കിത് കഴിക്കാൻ പറ്റില്ല. മാത്രമല്ല ചിലർക്ക് ക്ഷീണം വരും, ഷുഗർ ഡൗൺ ആകും. മെറ്റ്ഫോമിൻ എന്നുള്ളത് തെറ്റി പറഞ്ഞ വാക്കല്ല, മെറ്റ്ഫോമിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. മെഫ്താൾ വേറെ, അത് ഉണ്ടാക്കുന്ന സൈഡ് ഇഫക്ട്സ് വേറെയാണ്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയാൽ അതാണ് നല്ലത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പം മെറ്റ്ഫോമിൻ എടുക്കാതെ തന്നെ, അതായത് ഭക്ഷണ ജീവിതക്രമം, നമ്മുടെ ബോഡിയിൽ ഉണ്ടായിട്ടുള്ള കെമിക്കൽ ടോക്സിൻസും മറ്റുമെല്ലാം നമ്മുടെ ബോഡി സിസ്റ്റം തന്നെ ഒരു ഇന്നർ എൻജിനീയറിംഗ് ഉണ്ട് ബോഡിക്ക്. അപ്പോൾ അത് ഓർഗൻസ് തന്നെ അതിനെ പ്യൂരിഫൈ ചെയ്ത് സിസ്റ്റം വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം. അതിനെന്താണ് വഴിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ദഹന സമയത്തെ കുറച്ച് കൊടുക്കുക. അതായത് നമ്മൾ എളുപ്പം ദഹിച്ചു മാറുന്ന ഭക്ഷണത്തെ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരോട് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ശരീരം മറ്റ് സമയത്തെ നമ്മുടെ ശരീരത്തെ റിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതോടുകൂടി ശരീരം സ്വയമായി തകരാറുകളെ കണ്ടെത്തി പരിഹരിക്കുന്നതിലൂടെ നമ്മളുടെ പ്രശ്നം എന്താണോ അതിലേക്ക് നമ്മൾ എത്തും. നമ്മുടെ ഇൻഫെർട്ടിലിറ്റി ആണ് നമ്മുടെ പ്രശ്നമെങ്കിൽ അത് ക്ലിയർ ചെയ്ത് നമുക്ക് കുഞ്ഞുണ്ടാവും. അതിന് ചിലപ്പോൾ കാലതാമസം എടുത്തേക്കാം, ചിലർക്ക് പെട്ടെന്ന് തന്നെ ആയേക്കാം. പിന്നെ രമ്യ, ഇൻഫെർട്ടിലിറ്റി എന്നുള്ള ഒരു അവസ്ഥ ഒരിക്കലും ഒരു ഫിസിക്കൽ കാര്യം മാത്രമല്ല, അതൊരു ഇമോഷണൽ, മെൻ്റൽ, ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജെനറ്റിക്കലി ഉള്ള കാര്യങ്ങളുണ്ട്, പലതും ചേർന്നാണ് ഒരവസ്ഥ. പക്ഷെ വളരെ പെട്ടെന്ന് മാറുന്ന കാര്യങ്ങൾ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാര്യം ഇത് ആർക്കാണ് ഒരു സ്ത്രീയും പുരുഷനും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരെക്കാളും ധൃതി മറ്റുള്ളവർക്കാണ്. പ്രഗ്നൻ്റ് ആയോ, കുട്ടി ഉണ്ടായില്ല. അപ്പോൾ ഈ ചോദ്യങ്ങളെ നേരിടാനാണ് ഇവർക്കുള്ള പ്രശ്നങ്ങൾ മറച്ചു വെച്ചിട്ട് IVF-നായാലും പോവുകയാണ്. കാര്യം IVF-ലൂടെ ഒരു കുഞ്ഞുണ്ടായെന്നൊന്നും എവിടെയും തെളിയിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അവർക്ക്. അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ, അവർക്കൊരു സമയം കൊടുക്കുകയില്ല. പലരും അങ്ങനെയാണ് ഇവിടെയൊക്കെ പോയി 25 വയസ്സിലും 30-ലും ഒക്കെ ഇതിലേക്ക് വരുന്നത്. ചേച്ചി, നമ്മുടെ രണ്ടാമത്തെ ഇന്റർവ്യൂവിൽ ഈ IVF-ന് കൊടുക്കുന്ന ടാബ്ലറ്റിൽ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ട്, അത് ആ ടാബ്ലറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്, അത് ക്യാൻസർ കോസ് ചെയ്യാനുള്ള ചാൻസസ് ഉള്ളതാണെന്നുള്ളത്. അത് ചേച്ചി റിവീൽ ചെയ്തു, ചേച്ചി അത് തുറന്നു പറഞ്ഞു. അതിനും എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സ്കാം ആണോ നമുക്കറിയില്ല, ആ ചേച്ചി പറഞ്ഞതിനും ഇതായിട്ട് പലരും പല രീതിയിലുള്ള കമന്റ്സ് വന്നിട്ടുണ്ട്. ഇതിപ്പം രമ്യ ആ ഇന്റർവ്യൂ കഴിഞ്ഞ് എനിക്ക് പേഴ്സണലി നമ്മുടെ ചാനലിന്റെ താഴെ തന്നെ എഴുതിയിട്ടുണ്ട്, IVF കഴിഞ്ഞു, കുട്ടികളായില്ല, ബ്രസ്റ്റ് ക്യാൻസർ വന്നു, ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.